Dear students, welcome to another class of income tax. Today we are going to discuss dividends. So we know that what is a dividend? So it simply means a sum which is received by a shareholder of a company on the distribution of its profit, whether out of taxable income or tax free income. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് എന്താണ് ഡിവിഡൻഡ് എന്നുള്ളത് അല്ലെ. ഒരു കമ്പനി അതിന്റെ പ്രോഫിറ്റിന്റെ ഷെയർ അവരുടെ ഷെയർ ഹോൾഡേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ എമൗണ്ടിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രം taxable income or from tax-free income. So it is immaterial whether it is received in cash or in kind. ഈ ഡിവിഡൻഡ് ക്യാഷ് ആയിട്ടാണോ കൊടുക്കുന്നത് അതല്ല മറ്റേതെങ്കിലും രീതിയിലാണോ അത് അവിടെ ഒരു മാറ്റർ അല്ല. ഇറ്റ് ഇസ് an immaterial and it is also from taxable income and also from tax-free income. And the dividend which is received from a domestic company, that means the dividend received from an Indian company is not taxable in the hands of a receiver under section 10 subsection 34. ഡിഡക്ഷൻസ് നമ്മൾ കുറെ ഡിഡക്ഷൻസ് നമുക്ക് അലവബിൾ ആയിട്ടുള്ളതുണ്ട്. അപ്പൊ അതുപോലെയുള്ള ഒന്നാണ് ഇൻകം ഇന്ത്യൻ കമ്പനിയിൽ നിന്നും, അതായത് ഒരു ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്നും റിസീവ് ചെയ്യുന്ന ഡിവിഡൻഡ് ടാക്സ് ഫ്രീ ആണ്. അത് എക്സംപ്റ്റഡ് ആയുള്ള ഒരു ഫിഗർ ആണ്. ദെൻ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അത് ടാക്സ് ഫ്രീ ആവുന്നത്? ബിക്കോസ് ദ കമ്പനി ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ഡിവിഡൻഡ് ദേ ഹാവ് ഓൾറെഡി പെയ്ഡ് ദ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ബിഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ഡിവിഡൻഡ് ടു ദെയർ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഒരു കമ്പനി അവരുടെ ഡിവിഡൻഡ് അല്ലെങ്കിൽ അവരുടെ ആ പ്രോഫിറ്റിന്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്യും? ആ ഡിവിഡൻഡിൽ നിന്നും ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് പേ ചെയ്യും. ആ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് പേ ചെയ്തതിന് ശേഷമാണ് ആ ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് വിതരണം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഡൊമസ്റ്റിക് കമ്പനിയുടെ ഡിവിഡൻഡ് ടാക്സ് ഫ്രീ ആക്കി കൊടുക്കുന്നത്. കാരണം അത് ഓൾറെഡി ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് പേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു ഡബിൾ ടാക്സേഷൻ ഇഫക്റ്റ് അവിടെ വരുന്നില്ല. ക്ലിയർ ആയല്ലോ? ദെൻ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദ എക്സംഷൻ ഓഫ് ഡിവിഡൻഡ് ഇൻകം അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 34 ഓഫ് ഇൻകം ടാക്സ് ആക്ട് ക്യാൻ ബി ക്ലെയിംഡ് ബൈ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് HUF. So this exemption is available to individual investors and also to the Hindu undivided family. That means a dividend from a domestic company or Indian company is exempted. It is tax free. Okay, and also if the assessee is required to pay a tax at a 10%, if the total income from dividend it will exceed rupees 10 lakhs. അപ്പൊ 10 ലക്ഷത്തിൽ കൂടുതൽ നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് ലഭിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം? ആസസി 10% ഡിവിഡൻഡിന് ടാക്സ് അടച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഡിവിഡൻഡ് എന്താന്ന് പറഞ്ഞു? ഡിവിഡൻഡ് ടാക്സ് ഫ്രീ ആണ്. അത് ഏത് കേസിൽ മാത്രമാണ് ടാക്സ് ഫ്രീ ആവുന്നത്? ഒരു ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്നുള്ള ഡിവിഡൻഡിനാണ് ടാക്സ് ഫ്രീ ആവുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്തൊരു ടേം വരുന്നതാണ് ഡീംഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് അല്ലെ. ഡീംഡ് ഡിവിഡൻഡ്. So the deemed dividend is the dividend which is not actually paid as a dividend. അല്ലെ, അത് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പല രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഡീംഡ് ഇൻകംസ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഒരു ഇൻകം ആവുന്നില്ല. അതുപോലെ തന്നെ അത് ആക്ച്വലി അത് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി ദ ഡിവിഡൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് ടാക്സേഷൻ. അപ്പൊ ഇൻകം ടാക്സ് നിയമപ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് ആ തുകയെയും നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കണക്കാക്കുന്നു. ഓക്കെ, ഡീംഡ് ഡിവിഡൻഡ് പറയുന്നത് ഏതിലാണ് വരുന്നത്? ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 22E ഡീംഡ് ഡിവിഡൻഡിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ട്രീറ്റ്മെന്റ് ഓഫ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാ വരുന്നത്? ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് എ ഡിവിഡൻഡ്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ റിലീസ് ഓഫ് എ പ്രോഫിറ്റ് അല്ലെ. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിക്ലെയർ ചെയ്യുന്ന ബോണസ് ഷെയറിനെ നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതും ഒന്ന് മനസ്സിലാക്കുക. ബോണസ് ഷെയർ, ദാറ്റ് മീൻസ് ദ ബോണസ് ഷെയർ ഡിക്ലെയർഡ് ബൈ ദ കമ്പനി ടു ഇറ്റ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഷാൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് എ ഡിവിഡൻഡ് as there is no release of profit. Okay, then ഡിഡക്ഷൻ ഫ്രം ഡിവിഡൻഡ് ഇൻകം. ഡിവിഡൻഡ് ഇൻകത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ഡിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് എന്താ പറയുന്നത്? കമ്മീഷൻ ഓർ റെമ്യൂണറേഷൻ ഫോർ റിലീസിങ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് റിലീസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന കമ്മീഷനും അതുപോലെ തന്നെ റെമ്യൂണറേഷനും നമുക്ക് ആ ടോട്ടൽ ഡിവിഡൻഡ് എത്രയാണോ അതിൽ നിന്നും ഡിഡക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇറ്റ് ഈസ് ഓൾസോ ഡിഡക്റ്റഡ് ഫ്രം ദി ഡിവിഡൻഡ് ഇൻകം. And also any other expenditure incurred wholly and exclusively for earning such a dividend except in the nature of a capital expenditure or personal expenses.
അപ്പോൾ ഇതിൽ എന്തുമായിട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ? അത് ക്യാപിറ്റൽ നേച്ചർ ആവാൻ പാടില്ല, അതുപോലെ തന്നെ പേഴ്സണൽ എക്സ്പെൻഡിച്ചറും ആവാൻ പാടില്ല. ബാക്കിയുള്ള എല്ലാ എക്സ്പെൻഡിച്ചറും ഡിവിഡൻഡ് ഏൺ ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് വരുന്ന ചില ചെലവുകൾ ഉണ്ടാവാം. അത് നമുക്ക് ആ ഡിവിഡൻഡ് ഇൻകത്തിൽ നിന്നും മൈനസ് ചെയ്യാനായിട്ട്, ഡിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഡിവിഡൻഡ് ഇൻകത്തിൽ നിന്ന് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആ ഡിവിഡൻഡ് റിലീസ് ചെയ്യാൻ വേണ്ടി വരുന്ന കമ്മീഷനും റെമ്യൂണറേഷനും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അതുപോലെ തന്നെ ഈ ഡിവിഡൻഡ് ഏൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫുള്ളി ആൻഡ് എക്സ്ക്ലൂസീവ്ലി എന്ന് പറയുന്നത്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മാത്രം വരുന്ന ചെലവുകൾ. പക്ഷെ അത് എന്താവാൻ പാടില്ല, ക്യാപിറ്റൽ നേച്ചറോ അതുപോലെ തന്നെ പേഴ്സണൽ എക്സ്പെൻസസോ ആവാൻ പാടില്ല. ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും നമുക്കതൊന്ന് ഡിഡക്ട് ചെയ്യാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എനി എക്സ്പെൻഡിച്ചർ ഇൻ നേച്ചർ ഓഫ് എക്സംപ്റ്റഡ് ഡിവിഡൻഡ് ഇറ്റ് ഷാൾ നോട്ട് ബി അലൗഡ് ആസ് എ ഡിഡക്ഷൻ. എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സംപ്റ്റഡ് ഡിവിഡൻഡ് അല്ലെ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഇന്ത്യൻ കമ്പനിയുടെ അത് നമുക്ക് എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻഡിച്ചറിനൊന്നും തന്നെ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. അവിടെ ഓൾറെഡി എന്ത് വരുന്നില്ല, അവിടെ എക്സംപ്ഷൻ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ് ആ ഡിവിഡൻഡിന്. ദെൻ അതുപോലെ തന്നെ ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് എ സ്പെസിഫൈഡ് കമ്പനി ഓർ എ മ്യൂച്വൽ ഫണ്ട് ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ യൂണിറ്റ് ഹോൾഡർ. അപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലെ യൂണിറ്റ്സിൽ അതിൽ നിന്നുള്ള ഇൻകം എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ഇപ്പൊ ഡീംഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു, ബോണസ് ഷെയറിന്റെ ട്രീറ്റ്മെന്റും അതുപോലെ നമുക്ക് ഡിവിഡൻഡ് ഇൻകത്തിൽ നിന്നും ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. Then the important thing is that there are certain taxable dividend. First one is deemed dividend from an Indian company, deemed dividend from Indian company, then a dividend from a foreign company, and dividend received from a cooperative society. This is the most important point under the taxable dividend. This is taxable dividend and it includes dividend from a foreign company, dividend received from a cooperative society, and deemed dividend from Indian company. Okay, then we have to discuss a question under this area. So the question is, Sri Seethu gives you the following information and you are required to compute his income from other sources. The different items are dividend on equity shares, dividend on preference shares rupees 4,000, dividend from UTI, Unit Trust of India rupees 8,000, dividend from a foreign company rupees 50,000, dividend from a cooperative society 20,000, income from mutual fund 50,000, interest on bank deposit rupees 2,000, director's fee 5,000, income from royalty 30,000, and income from undisclosed sources rupees 40,000. അപ്പൊ ഇത്രയും ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സ്, എത്രത്തോളം ഇൻകം ആണ് നമുക്ക് ഈ മറ്റുള്ള സോഴ്സുകളിലൂടെ ഉള്ളത് എന്നാണ് കാണേണ്ടത്. അപ്പൊ ഇതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുന്നതുണ്ട്. കുറെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള ഇൻകംസ് ഉണ്ട്. അപ്പൊ ആ എക്സംപ്റ്റ് ചെയ്തത് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സബിൾ, അതിന് നമുക്ക് ടാക്സബിൾ ഇൻകത്തിനോട് കൂടി ഇൻകം ഫ്രം അതർ സോഴ്സിനോട് കൂടി ആഡ് ചെയ്യേണ്ട, അത് എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. മറ്റുള്ളതെല്ലാം കൂടെ നമുക്ക് അതിനോട് കൂടി ആഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാം. നമ്മൾ ഇതിൽ ടോട്ടൽ ഓരോ വൺ ആയിട്ട് ഓരോ ഐറ്റംസ് നമ്മൾ നോക്കണം. അത് ടാക്സബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടെ നോക്കേണ്ടത്. ഓക്കെ, ഓരോ ഐറ്റത്തെയും നമ്മൾ എടുത്തുകൊണ്ട് വെദർ ഇറ്റ് ഈസ് ഓഫ് ടാക്സബിൾ ഓർ നോട്ട്, ഓർ വെദർ ഇറ്റ് ഈസ് ഓഫ് എക്സംപ്റ്റഡ്. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് ആണ്. ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ്. അപ്പൊ നമ്മൾ പറയുന്നതിന്റെ പല രീതിയിലുള്ള ഡിവിഡൻഡുകൾ, ഒരു ഇന്ത്യൻ കമ്പനി, ഇവിടെ വേറെ ഒന്നും പറയുന്നില്ല സ്പെസിഫിക്കലി ഇതൊരു ഫോറിൻ കമ്പനി ആണെന്നോ അല്ലേ, അത് അല്ലാതെ വേറെ പറയുന്നുണ്ട്. അപ്പൊ ഇത് നമുക്കൊരു ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്നുള്ള ഡിവിഡൻഡ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർ ഈസ് എക്സംപ്റ്റഡ് അല്ലെ, ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് എക്സംപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ഇറ്റ് ഈസ് ഓൾസോ എക്സംപ്റ്റഡ്. ദെൻ ഡിവിഡൻഡ് ഫ്രം UTI അല്ലെ, പല യൂണിറ്റ് നമ്മൾ അതിൽ പറയുന്നുണ്ട്, ഒരു സ്പെസിഫൈഡ് കമ്പനി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലൂടെയുള്ള യൂണിറ്റിലുള്ള ഇൻകത്തിന് അത് എക്സംപ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 3 ഐറ്റവും അല്ലെ, ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസും അതുപോലെ UTIയിൽ നിന്നുള്ള ഡിവിഡൻഡിനും ഈ 3 ഐറ്റവും എക്സംപ്റ്റഡ് ആണ്. പിന്നെ അടുത്ത പറയുന്ന ഐറ്റം എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഫ്രം ഫോറിൻ കമ്പനി. അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനി ഇറ്റ് ഈസ് ടാക്സബിൾ അല്ലെ, ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനി ഇറ്റ് ഈസ് rupees 50,000 ആണ്, അത് ടാക്സബിൾ ആണ്. അതുപോലെ തന്നെ അടുത്ത് വരുന്നതാണ് ഡിവിഡൻഡ് ഫ്രം എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് നമുക്കുള്ള ഡിവിഡൻഡും എന്താണ്, ഇത് രണ്ടും ഒന്ന് എപ്പോഴും ഒരു ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് ടാക്സബിൾ ആണ്. അതുപോലെ തന്നെ ഡിവിഡൻഡ് എന്താണ്, ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട്, മ്യൂച്വൽ ഫണ്ട് ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് അല്ലെ, യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. ഇതിനടുത്ത് പറയുന്ന ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്
2000 ആണ് നമ്മൾ ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് ഫീസ് ഐറ്റംസ് നമ്മൾ ഫസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടില്ലേ, ഏതൊക്കെയാണ് ഐറ്റംസ് അതിൽ ടാക്സബിൾ ആയിട്ട് വരുന്നത്, സ്പെസിഫൈഡ് ഇൻകംസ് ഏതൊക്കെയാണ്, 56(2)ലും 56(1)ലും വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്യാം. ദെൻ എക്സംപ്റ്റ് ചെയ്തിട്ടുള്ളത് ഏതാണെന്നുള്ളത് നോക്കുക. അത്രയും നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയറക്ടേഴ്സ് ഫീസ് 5000 ടാക്സബിൾ ആണ്. അതുപോലെ തന്നെ ഇൻകം ഫ്രം റോയൽറ്റി ഇറ്റ് ഇസ് 30,000 rupees, 30,000 it is taxable. Then the next one is income from undisclosed sources rupees 40,000, it is also taxable. So നമ്മൾ എന്ത് ചെയ്യുക, അതെല്ലാം ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് വരുന്നത്, 1,47,000. ദിസ് ഇസ് ദ ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്, ഡിവിഡൻറ്റ് ഉള്ള ഈ രീതിയിൽ മാത്രം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇനി ഗിഫ്റ്റ്, അതുപോലെ തന്നെ കാഷ്വൽ ഇൻകം, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, അപ്പൊ അത്രയും ഭാഗങ്ങളും കൂടെ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. എന്നാലും ഒരു കോംപ്ലിക്കേഷൻ ഇതിലില്ല. നമ്മൾ ഈ കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ.